ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം ഒരു ബോക്സ് ഡ്രോ ഓപ്പൺ ചെയ്യാനുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് ഫ്രാങ്ക് റൈക്കാർഡിൻ്റെ ഒരു ബോക്സ് ഡ്രോ നമുക്കിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ബോക്സ് ഡ്രോ ഓപ്പൺ ചെയ്യാം. വിഷണറി പാസ്സാണ്, പ്ലെയർ സ്കില്ല് അഡീഷണൽ, അതേപോലെ ലോതർ മത്യോസ്, പിന്നെ റോബർട്ടോ ഡൊണാഡോണി. ലോതർ മത്യോസിന് ഫിനോമിനൽ പാസ് കൊടുത്തിട്ടുണ്ട്. AMF ആണ് ഈ വട്ടം കൊണ്ടുവന്നിരിക്കുന്നത്. AMF ഹോൾ പ്ലെയർ ആണെന്ന് തോന്നുന്നു. അതെ, ഓക്കെ. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഒരു 900. ലെറ്റ്സ് വെയിറ്റ്. യെസ്, പതിവ് പോലെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അവിടെ കിടക്കട്ടെ. നമുക്ക് അടുത്ത ബോക്സ് ഡ്രോ അഗെയിൻ 900. നമ്മൾ 10K കോയിൻസ് വെച്ചാണ് സ്പിൻ ചെയ്യാൻ തുടങ്ങിയത്. 10Kയിലൊന്നും നിൽക്കത്തില്ലെന്ന് തോന്നുന്നു. അതെ, അഗെയിൻ കൊനാമി. ഓക്കെ, വീണ്ടും നമുക്കടുത്ത ബോക്സ് ഡ്രോ ഓപ്പൺ ചെയ്യാം. ഓക്കെ, യെസ്, ഇതാ വീണ്ടും തേപ്പ്. ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അക്കൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭാഗ്യമുള്ളൊരു അക്കൗണ്ടാണ്. എങ്ങനെ പോയാലും നമുക്ക് വേണ്ടുന്ന പ്ലെയറിനെ കറക്റ്റ് ലാസ്റ്റ് സ്പിന്നിലായിരിക്കും തരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിശയമൊന്നുമില്ല. ഓക്കെ, നമുക്ക് നാലാമത്തെ സ്പിൻ എടുക്കാം. യെസ്, വീണ്ടും വലിയ അതിശയമൊന്നുമില്ല. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് വിടാം. അങ്ങനെ വിജയകരമായി നമ്മൾ 4 സ്പിൻ എടുത്തിരിക്കുന്നു. ഇതാ നമ്മൾ 5ാമത്തെ സ്പിന്നിലോട്ട് പോകുന്നു. റൈക്കാർഡ് ഡിസ്ട്രോയർ. ഓക്കെ ഗായ്സ്, അപ്പോൾ തുടങ്ങാം. 5th സ്പിൻ. കൊനാമി അങ്ങനെ പെട്ടെന്ന് തരുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. അഗെയിൻ നമുക്കപ്പോൾ അടുത്ത സ്പിന്നിലോട്ട് പോകാം. 6th സ്പിൻ. ഡൊണാഡോണി ചേട്ടനൊക്കെ ഉണ്ടോ? അതും ഹോൾ പ്ലെയർ ആട്ടോ. മൊത്തം ഹോൾ പ്ലെയറിൻ്റെ കളിയാണല്ലോ. ഓക്കെ, 6th സ്പിൻ. യെസ്, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കൊനാമിയെ നമുക്ക് നല്ലതുപോലെ അറിയാം. മേളിലോട്ട് മാത്രം കയറുന്നില്ല. ഓക്കെ, അഗെയിൻ. യെസ്, ഇതെങ്ങനെ സാധിക്കുന്നുണ്ടാവുക? ഇത് നമുക്ക് ആദ്യത്തെ അനുഭവമൊന്നുമല്ല. അതുകൊണ്ട് വിഷമമില്ലെന്നാണ് പറയുന്നത്. എങ്കിലും ശീലമായി. കണ്ടല്ലോ, 6000 സംതിങ് കോയിൻസ് ഇപ്പം തന്നെ വെള്ളത്തിലായി. അഗെയിൻ കൊണാമിയുടെ തേപ്പ്. വീണ്ടും കൊണാമിയുടെ തേപ്പ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ കൊണാമിയെ കൊണ്ട് മാത്രം സാധിക്കും. ഇനി വെറും കുറച്ച് സ്പിൻസ് എടുക്കാനുള്ള കോയിൻസും കൂടെ ഉള്ളത് നമ്മുടെ 10K കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അഗെയിൻ വി ഗോ ഫോർ ഫ്രാങ്ക് റൈക്കാർഡ്. ഒരു കാര്യമില്ല. ആവശ്യമില്ലാത്ത എല്ലാ വള്ളികളെയും തരുന്നുണ്ട്. ആവശ്യമുള്ളവരെ തരത്തില്ല. പണ്ടേ അങ്ങനെ 10K അടുപ്പിക്കുകയുള്ളൂ. വീണ്ടും വന്നാൽ ഇനിയും പർച്ചേസ് ചെയ്യിപ്പിക്കും. അതാണ് ഞങ്ങളുടെ ഒരു രീതി. ഇതിൽ കൂടുതൽ എന്താ പറയണ്ട? 10K കോയിൻ ഒന്നുമില്ലാത്ത രീതിയിൽ ആർക്ക് വേണം നിന്നെയൊക്കെ?
ഗൈസ് ഞാൻ ഇനി എന്താ പറയണ്ടേ, 9K, അതായത് 9000 കോയിൻസ് വെറുതെ ആയി. ഓ, ഇത് എന്താണ് വെറുതെ, ഇതിലൊന്നും കാണണം തോന്നുന്നില്ല. ഓക്കെ, യെസ് ഗൈസ്, നമുക്ക് ടാർഗറ്റിനെ കിട്ടി. കാര്യമില്ല, നമ്മളെ നല്ല രീതിയിൽ തേപ്പിച്ച് നമ്മുടെ ഫുൾ കോയിൻസും മുതലാക്കി. അത് 10K കോയിൻസും റൈക്കാൻ വേണ്ടി തന്നെ പോയി. ഉണ്ടല്ലോ, നമ്മുടെ ടാർഗറ്റ് ഏതാണെന്ന് ഇവന്മാർക്ക് കറക്റ്റായിട്ട് എന്തായാലും ഒരു ഊഹമുണ്ട്. അത് വെച്ച് തന്നെ ഇവന്മാരെ നമ്മളെ മുതലാക്കുന്നത്. എന്തായാലും കൊണാമി സമ്മതിച്ച്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ മാക്സിമം മുതലാക്കിയിട്ടുണ്ട്. 10K കോയിനിലും നമുക്ക് വെറും എന്താ പറയുന്നില്ല, അതും ലാസ്റ്റ് സ്പിന്നിൽ തന്നെയാണ് നമുക്ക് വേണ്ടുന്ന പ്ലെയറിനെ തന്നത്. എനിവേ, സി യു ഗായ്സ്. ഈ ബോക്സ് ഡ്രോ കറക്കിയിട്ട് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ ആ ഗുല്ലിറ്റും കൂടെ കറക്കണമെന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതോടെ നമ്മൾ നിർത്തുന്നു. താങ്ക് യു ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോക്കായി നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു ഗായ്സ്.